ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷമുള്ള ഓർഡറിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ചില ദിവസങ്ങളിലൊക്കെ 1-2 ഓർഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 4-5 കേക്ക് 5-6 കേക്ക് ഉണ്ടായിരുന്നു, അടുപ്പിച്ച് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ടാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലാതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നല്ല തിരക്കൊക്കെ ആവും മിക്കതും വീട്ടിൽ, അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളാട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നല്ലൊരു പണി കിട്ടിയൊരു കേക്കാണ് കേട്ടോ. എനിക്ക് കുറേ നേരം ഇതിൻ്റെ മുകളിൽ മെനക്കെട്ട് ആകെ വയ്യാതായിട്ടാണ്. അങ്ങനത്തെ ഒരു കേക്കാണ്. കാരണം ഇതൊരു സ്പൈഡർമാൻ തീമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പൈഡർമാൻ്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതൊന്ന് വരച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് വൈറ്റ് ക്രീമിൽ ഫിനിഷിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണേശയിൽ കുറച്ച് റെഡ് കളർ ചേർത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തത് കുറച്ച് തിക്കായി പോയിട്ട്, അധികം അങ്ങനെ ഒലിച്ച് പോകണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് തിക്കായി എടുത്തതാണ്. പക്ഷേ സൈഡിലേക്കൊന്നും തീരതാണ്, കണ്ടില്ലേ, സൈഡിലേക്കൊന്നും ആക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിങ്ങനെ ട്രിപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ മൊത്തം ഇങ്ങനെ കവർ ചെയ്തിട്ട് മൊത്തം വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ആക്കാനൊക്കെ നോക്കുമ്പോൾ അത് ക്രീം കൊടുക്കണം അങ്ങനെ പോരട്ടെ, കാരണം അത്രയും തിക്കായിട്ടാണ് കേട്ടോ ആ ഒരു ചോക്ലേറ്റ് ഗണേശ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം അപ്പോൾ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു സെറ്റായിട്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ. ഉച്ചയ്ക്ക് രാവിലെ ഇപ്പോൾ ചെയ്യണത് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ. ഉച്ചയ്ക്ക് 2 മണിക്ക് ഡെലിവറി ഉള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു കേക്ക് കൂടിയുണ്ട്. ഇത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇത് സിമ്പിൾ തീമാണ്, ഒരു ബ്ലൂ എന്നുള്ള ഒരു രീതിയിൽ ക്ലൗഡൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. വലിയ ഡെക്കറേഷനൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. മറ്റതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആകെ ടെൻഷനായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എന്താ ചെയ്യുക, അത് ഇനി കേക്ക് ഒരു ഫിനിഷിങ് തീരെ വൃത്തിയായില്ല കേട്ടോ. സൈഡൊക്കെ ആകെ മേലെ നല്ല ഫിനിഷിങ് ആയി, സൈഡൊക്കെ തീരെ വൃത്തിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഈ കേക്ക് ചെയ്യുന്നത് കേട്ടോ. കേക്ക് കൊടുക്കുമ്പോഴത്തേനും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മാറ്റേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ കേട്ടോ. ചില സമയത്ത് അങ്ങനെ കേട്ടോ, നല്ല പണി കിട്ടും. നമ്മൾ എത്ര നന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും പെട്ടെന്ന് പണി കിട്ടുക കേട്ടോ. അങ്ങനെ ആയാലും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കേക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഐസിങ്ങിലോ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ബേക്കിങ്ങിലടക്കം ചിലപ്പോൾ പണി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കഴിച്ചു. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്ലൗഡ് വെക്കാനും അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് മറ്റേ കേക്ക് പിന്നെയും പുറത്തേക്ക് എടുത്തു കേട്ടോ. പിന്നെയും പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലേക്ക്. പക്ഷെ എന്നാലും ഇത് കണ്ടില്ലേ, ക്രീമൊക്കെ കാണും, ഒരു വൃത്തിയില്ല കേട്ടോ. ഇതിങ്ങനെ സൈഡ് വീഡിയോയിൽ കാണുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ തീരെ വൃത്തിയില്ല കേട്ടോ. മേലെ നല്ല ഫിനിഷിങ് ഉണ്ട്, സൈഡിലൊന്നും തീരെ ഫിനിഷിങ് ഇല്ല, ഒരു വൃത്തിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്പൈഡർമാൻ്റെ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത അങ്ങനെ പിക്ചറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്യുക, മേലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ലൈൻ വരക്കുമല്ലോ, അപ്പോൾ അതിങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഞാൻ. സൈഡിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ കവർ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് മാറ്റാനൊന്നും സമയമില്ല, കാരണം 2 മണി ആകുമ്പോഴത്തേനും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കട്ട് ചെയ്യാനുള്ള കേക്കാണ്, ബർത്ത്ഡേ കേക്ക് കേട്ടോ. അപ്പോഴത്തേനും കൊടുക്കണ്ടേ. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആവാനായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ ഫിനിഷിങ് ഇല്ലെങ്കിൽ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് തീരെ ശരിയാവാണ്ട് വന്നാൽ പിന്നെ ആകെ ടെൻഷനായിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. എന്തെങ്കിലും ടെൻഷൻ വന്നാൽ പിന്നെ വീഡിയോ എടുക്കലും ഒന്നും നടക്കില്ല. അങ്ങനെ ഞാനത് ഒക്കെ മാറ്റി ഇതുപോലെ ആക്കിയിട്ടാണ്. അത് മാറ്റുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ആകെ ടെൻഷനായിട്ടാണ്. അപ്പോൾ ഒരു കാര്യം ഉണ്ടാക്കി, അവർക്ക് ഡെലിവറി ഒരു 5 മണിക്ക് മതി പറഞ്ഞു, ഉച്ചയ്ക്ക് വേണ്ട വൈകുന്നേരം മതി പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാക്കി റെഡ് ക്രീം അതൊക്കെ മാറ്റിയിട്ട് റെഡ് ക്രീമിൽ ഇങ്ങനെ ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ടാണ്, മറ്റേതാണെങ്കിൽ ആകെ വൃത്തി ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. നല്ല ടെൻഷനില്ല, പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. മറ്റേ കേക്ക് ഇപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നൊരു വാഞ്ചോ കേക്ക് കേട്ടോ. അത് പിറ്റേ ദിവസത്തേക്കാണ്. അപ്പോൾ ആ കേക്ക് കൊടുത്തതിന് ശേഷം വൈകുന്നേരമാണ്, ഇപ്പോൾ രാത്രിയാണ് കേട്ടോ ഇത് ഐസിങ് ചെയ്ത് വെക്കുന്നത്. രാത്രി ഐസിങ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിക്കാണ് ഡെലിവറി ഉള്ളത്. അപ്പോൾ ഞാനിതിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ 1 കിലോയിൽ ഇപ്പോൾ 3 ലെയർ 6 ലെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിലേക്കല്ല, ഓരോ ലെയർ ഞാൻ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. രണ്ടും 1 കിലോ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 4 മുട്ട വെച്ചിട്ട് ഉണ്ടാക്കി. ഇതിൽ 4 ലെയർ ഇതിലേക്ക് എടുക്കും, 2-ന്ന് ഓരോ ലെയർ കുട്ടികൾക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അവർ കുറേ ദിവസമായിട്ട് ക്രിസ്മസ് ആയിട്ടും ന്യൂ ഇയർ ആയിട്ടൊന്നും ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നുമില്ല.
അപ്പോൾ കുറേ ദിവസം സ്കൂളിലാണ്ടൊക്കെയായി. പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, 3-4 പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിരുന്നുകാരൊക്കെ വന്നിട്ടൊക്കെ അത് കൊടുത്തു വിട്ടാ. പിന്നെ നല്ലൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് വേറെ നല്ല പണിയൊക്കെ ആയ കാരണം, പിന്നെ കേക്കിൻ്റെ ഓർഡറും വീട്ടിലത്തെ വേറെ പണിയൊക്കെ ആയ കാരണം ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവർ ബഹളം വെക്കൽ തുടങ്ങിയിട്ട്, അപ്പോൾ ഞാൻ ഈ കേക്കിൽ നിന്ന് ഓരോ ലെയർ കൊടുത്തിട്ട് ബാക്കിയുള്ള ക്രീമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് വെച്ചിട്ട് അവരെന്നെ ഐസിങ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ മക്കൾ തന്നെ ഐസിങ് ചെയ്തു വിട്ടു. രണ്ടാമത്തെ ആൾ നന്നായിട്ട് തന്നെ ഐസിങ് ചെയ്തു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഒരു കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് 6 ലെയർ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. 4 ലെയർ അതിലേക്ക് വെക്കുള്ളൂ, 2 അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലവർ വാഞ്ചോയിൽ 3 ലെയർ വെക്കാറുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ 2 വൈറ്റും 1 ബ്ലാക്കും, അല്ലെങ്കിൽ 2 ബ്ലാക്ക് 1 വൈറ്റ്, അങ്ങനെ 1 കിലോക്ക്. ശരിക്കും പറഞ്ഞാൽ അത്ര മതി കേട്ടോ, 1 കിലോന് അത്ര തന്നെ വേണ്ടി വരുള്ളൂ. പക്ഷേ എനിക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരു തൃപ്തി കേട്ടോ. കാരണം ഈ ഒരു കേക്കിന് ഒരു 900 രൂപയോളം റേറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഇതിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ 4 ലെയർ വെച്ചിട്ട് തന്നെ ഞാൻ കൊടുക്കാറ്. നല്ല ഹൈറ്റ് ഉണ്ടാവും, നല്ല വെയിറ്റ് ഉണ്ടാവും. ചിലപ്പോൾ 1 കിലോയിലൊക്കെ 1.5 ഒക്കെ ഉണ്ടാവും കേട്ടോ, 1.5 മേലക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഈ ഒരു കേക്ക്. എന്നാലും നമ്മൾ അത്യാവശ്യം റേറ്റ് പഠിക്കേണ്ടല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ തന്നെ എല്ലാ വാഞ്ചോ കൊടുക്കാറുള്ളത് 4 ലെയർ വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ള 7.5 ഇഞ്ചിലാട്ടോ. 7 ഇഞ്ചിലും ചെയ്യാം. അപ്പോൾ ഹൈറ്റ് ഉണ്ടാവും, വീതി കുറവാകും. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കേക്ക് നമ്മൾ ക്രം കോട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാൻ പോണത് കേട്ടോ. കാരണം പിറ്റേ ദിവസം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫോണ്ടൻ വർക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ അത് കാരണം നന്നായിട്ട് സെറ്റ് ആവണം കേട്ടോ. കേക്ക് ക്രീം നന്നായിട്ട് സെറ്റ് ആവണം, എന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ വർക്കൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കാരണം തലേദിവസം എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തില്ല, ക്ലൗഡൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഓർഡറാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം, എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരത്തെ കേക്ക് പണികളൊക്കെ ചെയ്യാം കേട്ടോ. ഓർഡറിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. മക്കളൊക്കെ എന്നാലും ഉറങ്ങുന്നില്ല കേട്ടോ. അവർ ഞാൻ കിടക്കണ സമയത്ത് തന്നെ കിടക്കുള്ളൂ. അവർ കിടന്ന് ഓടി കളിച്ച് നടക്കുന്നുണ്ടാവും ഇവിടെ. അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങൾ പറയാം. കാരണം നമ്മളിപ്പോൾ ബേക്കിങ്ങും അതുപോലെ കാറ്ററിങ്ങും അതുപോലെ വേറെ ജോലികളും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളിപ്പോൾ ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണല്ലോ കൂടുതൽ സ്ത്രീകളിൽ. പണ്ടൊക്കെ തീരെ കുറവായിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ പഠിക്കുകയെന്നും ജോലിക്ക് പോകുകയെന്നൊക്കെ പറയുന്നത് വലിയൊരു അത്ഭുതം പോലെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചില ആൾക്കാരെങ്കിലും ഇപ്പോൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും ജോലി ഇതുപോലെ പ്രത്യേകിച്ച് ഇതുപോലെ എന്തെങ്കിലും കാറ്ററിങ് കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കണത് എന്നുള്ള ഒരു രീതിക്കുണ്ട് കേട്ടോ. എനിക്കറിയാം അങ്ങനത്തെ കുറച്ച് ആൾക്കാരനായിട്ട് സംസാരിക്കുമ്പോഴും അങ്ങനെ പറയും, നേരിട്ടും പറയാറുണ്ട്, ഒളിഞ്ഞിട്ടും ഒക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ചിലവരിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ചെയ്തിട്ട് സ്വന്തമായിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടാവുന്നത് വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ വീട്ടിലിപ്പോൾ എത്ര ക്യാഷ് ഉണ്ടായാലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു ക്യാഷ് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ. നമ്മൾക്ക് എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കാതെ, അല്ലെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ക്യാഷ് എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടെങ്കിൽ കുറച്ചൊരു ധൈര്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കാനോ, സ്വന്തമായിട്ട് സാധനങ്ങൾ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ, എവിടേക്കെങ്കിലും പുറത്ത് പോകാനോ ഒക്കെ നമുക്ക് കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ അത് പ്രത്യേക ഒരു അഭിമാനം കേട്ടോ. അഭിമാനത്തോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അനുഭവിച്ചൊരു അറിയുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പോൾ പഠിപ്പില്ലാത്തവർക്കിപ്പോൾ വേറെ ഓഫീസ് ജോലിയൊന്നും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാറ്ററിങ് അല്ലെങ്കിൽ ബേക്കിങ് അല്ലെങ്കിൽ വേറെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല മാന്യമായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അതിനൊന്നും കുറച്ചിൽ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പോൾ സ്ത്രീകൾക്ക് തന്നെ അതൊരു കുറച്ചിൽ പോലെ കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കും വരുമാനം വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു മോശം പോലത്തെ അങ്ങനത്തെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതെന്താ അങ്ങനെ ഇപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുറേ നാളായി ഇങ്ങനെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പറയണമെന്നുണ്ടാവും. ചില ആൾക്കാർക്ക് ഇപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇപ്പോൾ ബേക്കിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഓരോരുത്തർ അത് പറഞ്ഞിട്ടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് വലിയൊരു അഭിമാനം തന്നെ കേട്ടോ. എത്ര
ഇപ്പോൾ വീട്ടിലെത്ര ഉണ്ടായിട്ടും നമ്മളെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടാവുന്നത് അത് വേറൊരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരു കുറച്ചിൽ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ തന്നെ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടും അപ്പോൾ അത്യാവശ്യം നല്ലൊരു വരുമാനം നമുക്ക് കയ്യിൽ ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ തന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ വലിയ കാര്യം. ഞാൻ ഒരുപാട് ഇങ്ങനെ പിശുക്കി എടുത്തേക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. നമുക്ക് ക്യാഷ് കിട്ടുക, അത്യാവശ്യം നന്നായി ചിലവാക്കും കേട്ടോ. എല്ലാ സാധനങ്ങളും നന്നായിട്ട് വാങ്ങണം, അങ്ങനത്തെ ഒരാളാട്ടോ. ഷോപ്പിംഗ് മാളൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ പറയണം കുറേ വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു അങ്ങനെ എങ്ങനെ എന്നിട്ട് ഒരു ആൾക്കാരുണ്ട്. പണ്ടത്തെ ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും അറിയണ കാര്യം നമ്മൾ നന്നായി പെർഫെക്റ്റായിട്ട് ചെയ്യുക. നല്ല മാന്യമായ രീതിയിൽ തന്നെ ചെയ്തിട്ട് അത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബിസിനസ് തന്നെ വലിയൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ധൈര്യം കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. വലിയൊരു ഷോപ്പൊക്കെ തുടങ്ങാനും വലിയൊരു ബിസിനസ്സാക്കി മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ എന്ത് കാര്യങ്ങളായാലും അത് കേട്ടോ. അപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വലിയ വലിയ ആൾക്കാർ ഇപ്പം അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം കാര്യങ്ങളും വേണമെന്ന് മാത്രം. അപ്പം ഞാനിത് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ലാസ്റ്റ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഓർഡർ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കുകളൊക്കെ അങ്ങനത്തെ 2-3 കേക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ഈ കേക്ക് മറ്റേ കേക്കുകളൊക്കെ തലേദിവസം 2 ദിവസം മുന്നൊക്കെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ രാവിലെ വിളിച്ചിട്ട് പറയും വൈകുന്നേരം ആകുമ്പോഴത്തേനൊരു കേക്ക്, അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറയും രാത്രി 7 മണിയാകുമ്പോഴത്തേനും കേക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പരമാവധി ഓർഡറൊക്കെ ഞാൻ എടുക്കും കേട്ടോ. ഒന്ന് ക്യാൻസലാക്കൊന്നുമില്ല. എന്താ പറയുക, ചെയ്യാൻ പറ്റില്ല, നേരത്തെ പറയാറുന്നില്ല, അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. മിക്ക ഓർഡറും ഞാൻ എടുക്കും. കാരണം നമ്മൾ കസ്റ്റമർ നഷ്ടപ്പെടും കേട്ടോ നമ്മളിങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചെറിയ കേക്കായാലും ഇപ്പോൾ 1 കിലോൻ്റെ ബ്ലാക്കും വൈറ്റ് ആകുമ്പോൾ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാനത് എല്ലാ കേക്കും കൂടിയിട്ടാകുമ്പോൾ നമുക്കത് ലാഭം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഓർഡർ, അപ്പോൾ അങ്ങനത്തെ ഒരു ഓർഡർ അപ്പോൾ ഇത് കിട്ടുക 2 ഓർഡർ 3 ഓർഡറാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ വേറെ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ക്രീം ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചാൽ ഇതുപോലത്തെ കേക്കിന് പൂവൊക്കെ വരച്ചു കൊടുക്കും. അതിനും പ്രത്യേകിച്ച് മോഡലൊന്നും അവർ അയച്ചു തരുന്നില്ല. ഇത് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തോളാൻ പറയും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്ലവറൊക്കെ വെച്ചിട്ട് അത് സൈഡിൽ കുറച്ച് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിലും ഫ്ലവർ വെച്ചിട്ട് അപ്പോൾ ഞാൻ അത് ഇനി ഫ്രിഡ്ജിൽ വെക്കണ്ട വെച്ചിട്ട് അത് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ആക്കി കൊടുത്തു. അതിന് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നു 2 കിലോൻ്റെ ഒരു കേക്കാണ് കേട്ടോ. അത് സ്ക്വയർ കേക്ക്. അപ്പോൾ ഇതും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലിൽ ചെയ്തോളാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിതൊരു ഐസ് ബ്ലൂവും പിന്നെ ഒരു വയലറ്റ് പർപ്പിള് എൻ്റെ ഒരു വയലറ്റും പർപ്പിളും ഉണ്ട്. അതിലൊരു കളറ് കയ്പ്പ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് പേടിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു കളർ കുഴപ്പമില്ല, ഇത് പർപ്പിൾ കളറാണ് കേട്ടോ. അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അവർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ചെയ്യാൻ പറയുമ്പോൾ ഏത് മോഡലാണ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നന്നായി കൊളാക്കി ചെയ്യും, ചിലപ്പോൾ നന്നായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആവും. അവരയച്ചെന്ന മോഡലാണെങ്കിൽ ഏകദേശം അത് നോക്കിയിട്ട് ഏകദേശം അത് ഒപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്ക്വയർ കേക്ക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ വേഗം ഐസിങ് ചെയ്യുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. കാരണം ഒരുപാട് നേരം ഫിനിഷിങ് എടുക്കാനൊന്നും നിൽക്കില്ല. ഇത് സ്കൂൾക്കുള്ളൊരു കേക്കാണ്. ഇത് ഞാൻ ഐസിങ് ചെയ്യുന്നത് വീഡിയോ എടുത്തതന്നെയല്ല കേട്ടോ. രാത്രി നല്ല നേരം വീട്ടിൽ അത് ഐസിങ് ചെയ്ത് വെച്ചത്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നോക്കുക ആകെ മടിയായിട്ടാണ് വീഡിയോ എടുത്തില്ല. സ്കൂൾക്ക് 3 കിലോൻ്റെ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ആ കേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നതാണ് ഈ ഓർഡർ കേട്ടോ. 1 കിലോൻ്റെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്. ഇത് ഞാൻ ഐസിങ് ചെയ്യുന്നത് എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി ചെയ്ത് ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെ തന്നെ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നൊരു വാഞ്ചോ കേക്ക്. അങ്ങനെ നമുക്ക് ഒരു 2 വാഞ്ചോ പിന്നെ വൈറ്റും ബ്ലാക്ക് റെഡ് അങ്ങനത്തെ റെഡ് ഉണ്ടായിരുന്നില്ല, വൈറ്റും ബ്ലാക്കും വാഞ്ചോ 2 വാഞ്ചൊക്കെയാണ് ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ തലേദിവസമൊക്കെ കേക്ക് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ട കേക്ക് തന്നെയായിരുന്നു. പക്ഷേ അതവർക്ക് ഞാൻ ക്രം കോട്ട് കഴിഞ്ഞ് വെച്ചപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കേക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് കേട്ടോ. കാരണം അവർ പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നു. അത് കാരണം വീട്ടിലാളില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതിയെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ അവർ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നേരത്തെ പേയ്മെൻറ്റ് മേടിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ കേക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെ നമ്മളെ കയ്യിലാണ് കേട്ടോ, എന്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നേരത്തെ പേയ്മെൻറ്റ് ഞാൻ ആരേക്കൊന്നും വാങ്ങിക്കാറില്ല. അത് അവർ പറയാതെ തന്നെ പെട്ടെന്ന് എനിക്ക് അയച്ചു തന്നു കേട്ടോ.
അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ട് ഈ കേക്ക് ഇനിയിപ്പോൾ എന്താവും വെച്ചിട്ട് പിന്നെ അത് പിറ്റേ ദിവസം അല്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് കൊടുത്തത്. അപ്പോൾ ഞാനിത് കൊടുക്കണതിൻ്റെ തലേ ദിവസമാണ് ഇപ്പോൾ ഐസിങ് ചെയ്ത് വെക്കുന്നത്. തലേദിവസം രാത്രി ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ട് രാവിലെ നേരത്തെ ഒരു 6:30 അവർ വാങ്ങിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് പാക്കിങ് ചെയ്തിട്ട് വെച്ചു വിട്ടാൽ പിന്നെ എടുത്ത് കൊടുക്കല്ലേ വേണ്ടല്ലോ. അപ്പോൾ നല്ല നേരം വൈകിട്ട് 12 മണി വരെ ആയി. കാരണം ഇത് സെറ്റായിട്ട് വേണം അതിൻ്റെ മേലെ നമ്മൾ സാധാരണ വാഞ്ചോ കേക്ക് ഉണ്ടാക്കുമല്ലോ, മറ്റേ ചോക്ലേറ്റ് ഗണേശൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സെറ്റാവണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ബേക്കിംഗ് ആയാലും വേറെ എന്തെങ്കിലും കാറ്ററിങ്ങും വേറെ ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കണവരും പിന്നെ വേറെ ജോലി ചെയ്യണവരും വലിയ ജോലിക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനത്തെ ജോലിക്കാർക്കൊന്നും കുഴപ്പമില്ല. അതൊക്കെ വലിയ രീതിയിൽ തന്നെ കാണും. പക്ഷേ ഇതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും ബേക്കിങ് ചെയ്യുന്നതൊക്കെ ചില ആൾക്കാർക്കെങ്കിലും ഒരു എന്താ പറയുക, ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇവരിതൊക്കെ ചെയ്തത്, ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ സംസാരം എനിക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അവരെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അത്യാവശ്യം നല്ല തടിപ്പുണ്ട് കേട്ടോ. ഒരു 70 കിലോയിൽ മേലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവരൊക്കെ ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്നെ കണ്ട അയ്യോ എന്ത് പറ്റി, നല്ല ക്ഷീണിച്ചു പോയില്ല, എന്ത് പറ്റി, എത്ര അവരെ സംസാരത്തിൽ നിന്ന് വെറുതെ പറയുന്നതാണ്. ഇത്രയും നമ്മൾ തടിച്ച നമ്മളെ നോക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നല്ല മറുപടി കൊടുക്കാൻ മനസ്സിൽ വരും. പക്ഷേ ഞാൻ ഒന്നും പറയില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും തോന്നുക വെച്ചിട്ട് ഒന്നും മുണ്ടില്ല, ചിരിക്കും കേട്ടോ. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും അങ്ങനെ പറയുന്ന ആൾക്കാരനൊക്കെ കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വിവരങ്ങളൊക്കെ. നല്ല ക്ഷീണിച്ചു പോയി, എന്ത് പറ്റി, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കട്ടെ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേക്ക് നമ്മളിപ്പോൾ ഇതിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ എഴുതി, അതുപോലെ ഷുഗർ ബോളും പിന്നെ ഒരു ഹാർട്ടും ഒക്കെ വെച്ച് കൊടുത്തു. പാക്ക് ചെയ്തിട്ട് വെച്ചു കേട്ടോ. പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ അത് പിറ്റേ ദിവസം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ ഓർഡർ വിശേഷങ്ങൾ. ഇതിൽ കുറേ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കുറേ കേക്ക് ഐസിങ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ചെയ്ത് കൊടുത്ത കേക്കുകളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റിൽ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. കുഞ്ഞൊരു കമൻറ്റെങ്കിലും ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണമല്ലോ, അപ്പോൾ അത് കാരണമാണ്. മക്കളുടെ കേക്കൊക്കെ ഞാൻ കാണിച്ചതിൻ്റെ ഇടയിൽ കേട്ടോ, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.